എച്ച് വിനോദിന്റെ ഡയറക്ഷനിൽ വിജയ് നായകനായി വരുന്ന മൂവിയാണ് ജനനായകൻ എന്ന് പറയുന്ന മൂവി. അതിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിന്റെ മുന്നേ ആയിട്ട് അതിനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ആയിട്ട് ഇതിന്റെ റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് 2026 ജനുവരി 9-നാണ്. അപ്പോൾ അതിന്റെ മുന്നേ ട്രെയിലർ, ഓഡിയോ ലോഞ്ച്, അങ്ങനെ കുറെ കാര്യങ്ങൾ വരാനുണ്ട്. അതിലിപ്പോ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ ഓഡിയോ ലോഞ്ചായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അനിരുദ്ധാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത്. മ്യൂസിക് ചെയ്യുന്നത് അനിരുദ്ധാണ്. അപ്പൊ ഇതിന്റെ ഓഡിയോ ലോഞ്ച് മലേഷ്യയിൽ വെച്ച് നടക്കുമെന്ന് ഒരു അപ്ഡേറ്റ് ഇപ്പൊ വന്നിട്ടുണ്ട്. കൂലി, അതായത് ലോകേഷ് കനകരാജ് ഡയറക്ട് ചെയ്ത് വരുന്ന ഒരു അടിപൊളി മൂവിയാണ് കൂലി എന്ന് പറയുന്നത്. രജനീകാന്ത് ആണ് നമ്മളെ മെയിൻ ആക്ടർ, അല്ലെങ്കിൽ നമ്മളെ നടൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നായകൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കുറെ പേരുണ്ട്. ഇപ്പോ സൗബിൻ, അങ്ങനെ കുറെ പേര് നമ്മളെ കേരളത്തിൽ നിന്നുണ്ട്. പിന്നെ അമീർ ഖാൻ ഉണ്ടെന്ന് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കുറെ കേട്ട കാര്യമാണ്. പക്ഷെ ഇതിന്റെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ ഡ്യൂറേഷനെ കുറിച്ചാണ്. ഇതിന്റെ ഇപ്പോഴത്തെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 hours 50 minutes ആണ്. സെൻസർ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഫൈനൽ ഡ്യൂറേഷൻ എത്രയാന്ന് മനസ്സിലാവും. കറുപ്പ്, RJ ബാല ഡയറക്ഷനിൽ സൂര്യ നായകനായി വരുന്ന സിനിമയാണ് കറുപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ടീസർ ഇന്നലെ ഇറങ്ങിയിരുന്നു. അപ്പൊ അതിന്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും ആണ്. പിന്നെ ഈ മൂവിയിൽ തൃശ്യാണ് നായികയായിട്ട് അല്ലെങ്കിൽ ആക്ട്രസ് ആയിട്ട് വരുന്നത്, മെയിൻ ആക്ട്രസ് ആയിട്ട്. പിന്നെ ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മളെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. സൂര്യ ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ട് ഒരു സ്ഥലത്ത് കൂടെ അവിടെ എന്തോ പരിപാടി നടക്കാണ്, എന്തോ ഉത്സവമാണ്. അതിന്റെ നടുവ് കൂടെ വരുന്ന ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. സെക്കൻഡ് ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. രണ്ടും തമ്മിൽ കണക്ഷൻ ഒക്കെ ഉണ്ട്. ഒരു റെഡ് കളർ ഷർട്ടും പിന്നെ ഒരു ഗ്രീൻ കളർ മുണ്ടും എടുത്ത് ഒരു ശില്പത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സെക്കൻഡ് ലുക്ക് പോസ്റ്ററാണ്. ഇതേപോലെ തന്നെയാണ് ഇതിന്റെ ടീസറിലെ തംബ്നെയിലും വരുന്നത്. ഇതേപോലെ അവിടെ ഇരിക്കുന്ന തന്നെയാണ് ടീസറിലെ തംബ്നെയിൽ എന്ന് പറയുന്നത്. സോ ബാക്കി കൂടുതലൊന്നും ഞാൻ കറുപ്പിനെ കുറിച്ച് പറയുന്നില്ല, നമുക്കെല്ലാം അറിയാം. പിന്നെ ടീസർ റിയാക്ഷൻ ചെയ്ത് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി കാണാം.